ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രേപ്പ് സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ത്രെഡ് വർക്ക് വന്നേക്കുന്നുണ്ട്, അല്ലാതെ പ്ലെയിൻ വരുന്നുണ്ട്, പിന്നെ ഒരു സെമി മൊഡാൽ ഫീലുള്ള ഒരു ഫാബ്രിക്കിൽ സെറ്റ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റ്സാണ് എല്ലാം തന്നെ. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതും ക്രേപ്പ് സെറ്റാണ്. നല്ല ഫ്ലോയിൽ കിടക്കും, നല്ല കൂളായിട്ടുള്ള ഫാബ്രിക്കാണ്. ബുക്കിംഗ്സ് സൈറ്റുമാണ് ചെയ്യേണ്ടത്. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് റേറ്റ് മെൻഷൻ ചെയ്യുക. ഇടുന്ന ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും, സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും കേട്ടോ. സൈറ്റുമാണ് ബുക്കിംഗ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ക്രേപ്പ് സെറ്റാണ്. 1895 ആണ് റേറ്റ് വരെ. നല്ല ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ ലൈൻസ് വന്നിട്ട് യോക്കിൽ ഇതുപോലെ പോക്കും. ഈ സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കുറേ തവണ ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഞാനിതിന് കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് കോട്ടൺ ഇടാം, അല്ലെങ്കിൽ ബട്ടർ ക്രേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതുപോലാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഉണക്കാനൊക്കെ ഇടും. ഒത്തിരി നേരം ഡിറ്റർജൻറ്റിൽ മുക്കി ഒരു ഡ്രസ്സും വെക്കരുത്. പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക, തിരിച്ചിട്ട് ഉണക്കുക, ഷെയ്ഡിലിട്ട് ഉണക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നന്നായിട്ട് ഫാബ്രിക് ലാസ്റ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ പ്യുവർ ഫോമിലെല്ലാം, ഇപ്പോൾ ടസർ അങ്ങനത്തെ പ്യുവർ ഫോമായിട്ടുള്ള ഫാബ്രിക് എപ്പോഴും പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പ്യുവർ ആയതുകൊണ്ട് അതെപ്പോഴും ഡ്രൈ വാഷ് ചെയ്യട്ടെ. അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത്. ബോട്ടം വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് കേട്ടോ. ഈ നമുക്ക് ചൂടത്താണെങ്കിലും ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് എപ്പോഴും ഇഷ്ടമായി ഇടാനായിട്ട്, കാരണം ഒട്ടും ചൂടെടുക്കില്ല ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കിടന്നോളൂ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഇതുപോലെ 1980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ. ദുപ്പട്ട ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ക്രേപ്പാണ് കേട്ടോ. ഇതെപ്പോഴും തയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് വേണം തയ്ക്കുക. ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷ്രിങ്കാവും, പിന്നെ അത് കറക്റ്റ് ആയിക്കോളൂ. നെക്സ്റ്റ് വൺ വരുന്നത് 1750 റേഞ്ച്. ഇത് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ളൂ. പ്ലെയിൻ എന്ന് വെച്ചാൽ നല്ല ഒരു ഡിസൈൻ മാത്രം ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ദുപ്പട്ട നല്ല കോഫി ബ്രൗൺ ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ തന്നെ പ്രിൻറ്റഡ് ക്രേപ്പ് തന്നെ വന്നേക്കുന്നത്. ഇപ്പം ഞാൻ ക്രേപ്പ് നോർമലി ബോട്ടം ചെയ്യാറില്ല. ഞാനത് എന്തെങ്കിലും കഫ്താനൊക്കെ ആയിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് സ്ട്രെയിറ്റ് പാൻറ്റാണ്, കോട്ടൺ സ്ട്രെയിറ്റ് പാൻറ്റാണ് ഇതിൻ്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുമല്ലോ, ബ്ലാക്കും മെറൂണൊക്കെയാണ് മിക്കവാറും ഇങ്ങനത്തെ കളേഴ്സിൽ വരുന്നത്. പിന്നെ കളേഴ്സ് കിട്ടാത്തത് മാത്രം നിങ്ങൾ അത് തന്നെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വൺ ബ്ലാക്കാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ ഏറ്റവും അട്രാക്റ്റീവാണ്. കോഫി ബ്രൗൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ പോലെ ബോട്ടം. നല്ല രസമുള്ള കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രേപ്പ് തന്നെ, നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഇതിൻ്റെ റേറ്റ് എല്ലാം ഡിഫറെൻറ്റ് റേഞ്ചാണ്. 1695 ആണ് റേറ്റ്. നല്ല കളർ കോമ്പിനേഷൻ ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റ്. ആൻഡ് ദുപ്പട്ടയും നല്ല രസമുണ്ട്. ബോട്ടം ബ്ലാക്കാണ് ഇതുപോലെ വരുന്നത്. ഇത് വേണമെങ്കിൽ കഫ്താനും തയ്ക്കാം കേട്ടോ. ദുപ്പട്ട വെച്ചിട്ടും കഫ്താൻ തയ്ക്കാം, ടോപ്പ് വെച്ചിട്ടും തയ്ക്കാം. ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈറ്റ് ബ്ലൂവിൽ വൈറ്റ് പാറ്റേൺ ചെയ്തിട്ടുള്ളൊരു കുർത്തി ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വൈറ്റ് ബോട്ടമായിട്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഇതുപോലത്തെ ഫാബ്രിക് കൊണ്ടുവന്ന്. ആ ഒരു ഫാബ്രിക് ഇത്, അതായത് എനിക്കിഷ്ടമുള്ള ഫാബ്രിക് ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. കോട്ടൺ പോലെ തന്നെ കോട്ടൺ മൊഡാൽ എന്ന് പറയില്ലേ, ആ ഒരു ഫാബ്രിക്കാണ്. 1950 റേഞ്ച്. യോക്കിൽ നല്ല ത്രെഡ് വർക്ക്, ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ. കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര ബെസ്റ്റായിട്ടാണ്. ഇതെല്ലാം നല്ല സെറ്റ്സാണ് കേട്ടോ. ഇതും ബ്ലാക്കിൽ തന്നെ 1950 റേഞ്ച്. ഇങ്ങനെ ഇതൊക്കെ നല്ല സുഖമായിട്ടാനായിട്ട് നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യാത്ത അത്രയും സോഫ്റ്റ്വെയർ ഫാബ്രിക്കാണ്. ഇതുപോലെ ദുപ്പട്ട ആൻഡ് ബോട്ടം. എൻ്റെ ഫേവറേറ്റ് പാറ്റേൺ ഫാബ്രിക്സാണ് ഇതെല്ലാം. എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. എനിക്കിങ്ങനെ ഇച്ചിങ് ആയിട്ടുള്ളതൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ബ്ലൂ ഷെയ്ഡ്. ബാക്ക് പോർഷൻ ഇതുപോലെ. റേറ്റ് വരുന്നത് 1950. ദുപ്പട്ട വന്നേക്കുന്നത് ഡബിൾ ഷെയ്ഡാണ്. ഇങ്ങനെ ബോട്ടം വന്നേക്കുന്നത് ബേസ്ഡ് ആണ്. ഇതിന് സാൻറ്റൂൺ ബോട്ടം വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കാണ്. 1950. യോക്ക് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ചെയ്ത് സ്ട്രൈപ്സ് പാറ്റേണും യോക്കും കൂടി വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.